ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നോ? ബൈക്കും അല്ല, ഓട്ടോ അല്ല, അത് 3 വീലറാട്ടോ. അടിപൊളി സാധനം. നമ്മൾ കൂർഫ്ഖാൻ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോട്ടോ. ഹലോ ഗൈസ്, ഫിറ്റ്വേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മൾ റാസൽ ഖൈമാന്ന് ഫുജൈറയിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു റോഡ് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ല മനോഹരമായുള്ള കാഴ്ചകൾ നിങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മൾ റാസൽ ഖൈമ ഒരു ഗ്രാമത്തിൽ വന്നാട്ടോ. ഗ്രാമം തന്നെ പറയേണ്ടി വരും. അമ്മാരി ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ. ഫുള്ള് മരുഭൂമിയും അതേമാതിരി തന്നെ പട്ടികളും പൂച്ചകളും കുറുക്കനൊക്കെ ഉണ്ടെന്നാണ് പാസഞ്ചർ പറഞ്ഞത്. അപ്പം നമ്മൾ പാസഞ്ചർ ഇറക്കിയിട്ട് ചെറിയൊരു ഓഫ് റോഡാണ്. ആ ഓഫ് റോഡ് കയറി തിരിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അത് വഴിക്ക് വേറെ എന്തെങ്കിലും ഗൈസ് വേറെ ജോബ് വന്നു. ഗൈസ്, നമുക്ക് അടുത്ത ജോബ് കിട്ടിയിരിക്കുന്ന ഫുജൈറ കൂർഫ്ഖാൻ നാട്ടോ. ഇവിടുന്ന് ഇപ്പം റാസൽ ഖൈമയിലാണ് ഉള്ളത്. റാസൽ ഖൈമേന്ന് ഏകദേശം നമുക്ക് കാണിക്കുന്നത് ഒരു മണിക്കൂറാണ് കേട്ടോ. 1 അവർ കാണിക്കുന്നുണ്ട്. 79 കിലോമീറ്ററും കാണിക്കുന്നുണ്ട് കേട്ടോ. 79 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് റാസൽ ഖൈമെന്ന്. എന്താണെന്നറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗ്രാമത്തിൽ വന്ന്. ഗ്രാമം തന്നെ കേട്ടോ, പട്ടിക്കാട് എന്നൊക്കെ പറയാം. അമ്മാരി ഉണങ്ങിയിട്ടുള്ളൊരു സ്ഥലം. എങ്ങനെയാണ് ദൈവമേ തിരിച്ചു പോവുക? അമ്മാരി ഒരു സ്ഥലം കേട്ടോ. ഫുള്ള് കോറികളും മലയും ഫുള്ള് വരണ്ട് കിടക്കുന്നൊരു സ്ഥലം കേട്ടോ. ഞാൻ യുഎഇയിൽ വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ചില അമ്പുകളും ചില ഒന്നും കാണുന്നില്ല ഗൈസ്. വലിയ സിഗ്നലുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവുള്ളൊരു ഗ്രാമമാണിട്ടത്. പക്ഷെ അവിടെയുള്ള ചെറിയ വീടുകളാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും വലിയ വലിയ വണ്ടികളാണ്. ഇതിന് മാത്രം പൈസ ഇടുന്നാണ് എനിക്ക് വരുന്നത്. നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഗൈസ്, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ 4 ടയറിൽ എയർ വളരെ കൂടുതലാണ് ഗൈസ്. വണ്ടി എടുത്തിങ്ങനെ അടിക്കുന്നു. ഒന്നാമത് കാലി വണ്ടി ആയതുകൊണ്ടും അമ്പിലൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് ശരിക്കും ഇങ്ങനെ പലകമ കയറി മുകുന്ന മാതിരിയുള്ള ഒരു സൗണ്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് എയറൊക്കെ വന്ന് ലെവല് ചെയ്യണം. ഇത്രയും കൂടുതൽ എയർ ആവശ്യമില്ല കേട്ടോ ഈ വണ്ടിക്ക്. ഫുള്ള് മലകളാട്ടോ. അപ്പൊ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രതീതിയാണ്. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല. നമ്മളെ ഔട്ട് ഓഫ് കേരള എങ്ങനെയാണോ
ആ ഒരു തരത്തിലുള്ള ഒരു നേച്ചറാട്ടോ ഇവിടുത്തത്. ഫുള്ള് വരണ്ട് കിടക്കുന്ന, അതായത് നമ്മൾ തമിഴ്നാട്ടില് അതേമാതിരി തന്നെ നോർത്ത് ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാവുന്ന തരത്തിലുള്ള ഒരു തരം ലാൻഡ്സ്കേപ്പാണ് കേട്ടോ ഇവിടുത്തത്. അമ്പിന്റെ അമ്മോട് കുറച്ച് പെയിന്റ് ഉള്ളതും കൊണ്ട് കണ്ട് അല്ലെ അതും കാണൂല ഗൈസ്. ഫുള്ള് കോറികളാണ് കേട്ടോ ഗൈസ്. അവിടെ അത്ര ലൈറ്റുകളൊന്നും കാണുന്നില്ല. ഉള്ള വെളിച്ചത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇരുടാണ്. പക്ഷെ ലോങ്ങിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറക്കോറിയാണ് കേട്ടോ. ഗൈസ്, എനിക്ക് പറ്റാവുന്ന അത്യാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഇത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കട്ടോ. അല്ലാണ്ട് ഫുള്ളായിട്ടിത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓവർ ലെങ്തായി പോവും. അതുകൊണ്ട് പറ്റുന്ന നല്ല നല്ല ഭാഗങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാൻ കഴിയും. ഒന്നാമത് രാത്രി ആയതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ച എത്രത്തോളം ക്ലാരിറ്റി ഉള്ളത് എനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഷിഫ്റ്റ് ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വരുമ്പം മാത്രമേ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ പകലൊന്നും വരുന്നില്ല. നമ്മൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പം അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം രണ്ട് സൈഡിലും ചെറിയ ചെറിയ മലകളാണ്. റോഡൊന്നും വലിയൊരു കുഴപ്പമില്ല. സ്ഥലത്ത് ഒന്നും വേസ്റ്റൊക്കെ തീയിട്ടിട്ട് ആകെ ഒരു ക്ലൗഡി മാതിരി ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചെറിയൊരു സിറ്റി ആട്ടോ ഇത്. റാസൽ ഖൈമ സിറ്റി എന്നൊക്കെ വിട്ടിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് മെയിൻ സിറ്റി ഒന്നല്ല. സിറ്റിയൊക്കെ ഏതോ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. അപ്പം ഇതിപ്പം വന്നത് ഏത് വഴിയാണെന്ന് വെച്ചിട്ടുണ്ട്, ഇത് വഴിയാണ് കേട്ടോ വന്നത് നമ്മളിങ്ങോട്ട്. ഇതിന്റെ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലാവുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ വരലുണ്ട്. നമ്മളെ കമ്പനീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. ഇത് റാസൽ ഖൈമ സിറ്റി എന്നൊക്കെ വിട്ടിട്ട് അത്യാവശ്യം ഉള്ളിലേക്കുള്ളൊരു ഏരിയ കേട്ടോ. ഇതിന്റെ തൊട്ടടുത്തായിട്ട് വരും. ഇതിന്ന് കുറഞ്ഞ ദൂരമുള്ളൂ കേട്ടോ ഈ റാസൽ ഖൈമ. ഈ ഭാഗത്തേക്ക് ഏതൊരു ബോർഡറാണ്. ഈ ഭാഗങ്ങളിലാണ് ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ളത്. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇത് വേറെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ആണ് ഉള്ളത്. ദുബായിൽ നിന്ന് വന്ന റോഡാണ് നമ്മളെ ഈ റൈറ്റിലേക്ക് കയറി പോകുന്നത് കേട്ടോ. വെൽക്കം ടു ദെയ്ത് സിറ്റി എന്ന് അവിടെ ബോർഡ് കാണാം. കാണുന്ന ബോർഡ് കേട്ടോ. ഇത് നേരെ ദെയ്ത് കഹൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇതൊക്കെ ഷാർജയിൽ പെടുന്ന സ്ഥലം കേട്ടോ ഇത്. എൻ്റെ അപ്പുറത്തുള്ളത് റാസൽ ഖൈമ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ഫുജേറയിലേക്കാണ് കേട്ടോ. ഫുജേറ കോർഫുഖാനിലേക്കാണ് ഇപ്പൊ നമ്മളെ യാത്ര. കഹൂറൂസ് ആണ് അങ്ങനെന്തോആണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ. ഫുജേറന്റെ ബോർഡ് കാണിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഫുജേറ, ദെയ്ത്, ഷാർജ, അത് 3
സ്ഥലങ്ങള് 3 എമിറേറ്റ്സ് ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെ പെട്രോൾ പമ്പിൽ ഒന്നാണ്, എയറൊന്ന് ചെക്ക് ചെയ്യണം. അതേമാതിരി തന്നെ വാഷ്റൂമിൽ ഒന്ന് പോകാലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ വന്ന്. അത് വണ്ടി ബ്ലോക്കാണ്, നമുക്ക് ഫ്രണ്ട് കൂടി അങ്ങോട്ട് കയറാം. ചെറിയൊരു പെട്രോൾ പമ്പ് കേട്ടോ ഈ ഗ്രാമത്തിൽ. അങ്ങനെ പറയാം, ഇമറാത്തിന്റെ ഒരു ചെറിയ പെട്രോൾ പമ്പ്. വലിയൊരു തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു ചെറിയ 2-3 പോയിന്റുള്ള ചെറിയ പെട്രോൾ പമ്പ് കേട്ടോ. ഇവിടെ ഒരു ഇലക്ട്രിക് പോയിന്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ EV വണ്ടികളൊക്കെ ഉള്ള ഇലക്ട്രിക് ചാർജിങ് സ്പോട്ടാണ് കേട്ടോ സൈഡിലുള്ളത്. നിങ്ങൾക്ക് വണ്ടിയാണ് ചേട്ടാ, ഓട്ടോ അല്ല, ബൈക്കും അല്ല, അങ്ങനെ ഒരു തരത്തിലുള്ളൊരു വണ്ടി കേട്ടത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൗതുകം തോന്നുന്ന ഒരു സ്ഥലമായിട്ട് തോന്നിട്ടോ എനിക്ക്. ഈ ഒരു സ്ഥലം പകല് കാണാൻ ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. രണ്ട് സൈഡുകളിലും ഫർണിച്ചർ, അതേമാതിരി തന്നെ ഒരു സ്ഥലത്ത് ഒരു സൈഡില് കാരവാൻ ഉണ്ടാക്കുന്ന എന്താ പറയാ വർക്ക്ഷോപ്പുകള്. ഒരു വെറൈറ്റി ഫീലിംഗ് ഉണ്ട്. മലകളാണ് കേട്ടോ, 2 സൈഡിലും മലകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ഗൈസ്, എനിക്ക് മതിയായ സങ്കടമുണ്ട് ഈ ഒരു സ്ഥലം പകല് കാണാൻ പറ്റാതെ. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല ഗൈസ്. പക്ഷെ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റി ഇട്ടത് പകല് കാണാൻ വേണ്ടിയിട്ട്. എന്റെ ഫോണിന്റെ ക്യാമറ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. മരുഭൂമി, അതേമാതിരി തന്നെ പാറകള്, മലകള്, അങ്ങനെയുള്ളൊക്കെ ഒരു തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണത്. ചെറിയ ചെറിയ പെട്രോൾ പമ്പ്, അതായത് ട്രക്കുകൾ നിർത്തിയിടാനുള്ള റെസ്റ്റിംഗ് ഏരിയ. ഒറ്റപ്പെട്ട സ്ഥലം കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. ഇതേമാതിരി കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലങ്ങള് ദുബായിലുണ്ട് കേട്ടോ. നമ്മളത് കണ്ടെത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങള് ദുബായിലുണ്ട് ഗൈസ്. അപ്പൊ ഇത് റോഡ് എന്ന് പറഞ്ഞിട്ട് മസാഫി, അതേമാതിരി തന്നെ ഫുജേറ റോഡാണ് കേട്ടോ. കുറച്ചെന്നെങ്കിലും കാണാൻ കഴിയുന്ന ഒരു ഏരിയ എത്തിയപ്പോഴാണ് കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്, ഞാൻ മിസ്സാക്കി. ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ചുരം കയറുന്ന മാതിരിയുള്ള ഒരു റോഡാണ്. ചുരം എന്നൊക്കെ തന്നെ പറയട്ടത്. ഒരു സൈഡില് ചെറിയൊരു ഗർത്തം കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു സൈഡില് മലയാണ്. അതിന്റെ നടുവശത്തൂടെ ട്രക്കുകൾ പാസ് ചെയ്യുന്നുണ്ട്. വേറെയുള്ള മറ്റുള്ള വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ ഇത്. പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഇത് പകല കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായ. നേരെ
നേരെ മുന്നിലൊരു ചെരിഞ്ഞും കൊണ്ടുള്ള ഒരു പീടിയ കാണാം കേട്ടോ. പീടിയ മുറികള് അങ്ങനെ ചെരിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഉള്ളത്. നൈസ്. കുറെ ഫ്രൂട്ട്സിന്റെ ഒക്കെ കട കാണുന്നുണ്ട്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വിൽക്കുന്നുള്ള കുറെ കാർപ്പറ്റിന്റെ കടകള്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. എന്തെങ്കിലും വാങ്ങുക, കുടിക്കുക, എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നല്ലോ. വിശക്കുകയും ചെയ്തു. ഷവർമ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിട്ട് കഴിക്കാറ് ഗൈസ്. ചെറിയ രീതിയിൽ വിശപ്പൊക്കെ വരുന്നുണ്ട്. ഉള്ള ഫ്രൂട്ട്സിന്റെ ഷോപ്പാണ് അധികം കാണുന്നത് കേട്ടോ. ഫ്രൂട്ട്സ്, അതേമാതിരി തന്നെ കാർപ്പറ്റ്, എന്തെങ്കിലും നമുക്കൊന്ന് ഉള്ളിലാക്കണം. ഫ്രൂട്ട്സ് ഒന്നും ഇപ്പം കൊണ്ടുപോകാൻ കൈ കിട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് വണ്ടി യാത്രക്കാരാണ് കേട്ടോ ഇവര് നോക്കുന്നു. കുടിക്കാൻ നല്ലൊരു ചായ വാങ്ങാം. ചായ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ചായ കിട്ടുമോ? ചായ ഉള്ള വണ്ടികൾ നിർത്തിട്ടൊക്കെ ഗൈസ്. ഇവിടെ ചായ ഉണ്ടാവുന്ന വിചാരിക്കാം. നോക്കാം. ഷവർമ ഉണ്ടോ? ഷവർമ ഉണ്ടോ? എന്താണല്ലോ കുടിക്കാൻ? ബർഗർ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്. ഷവർമക്ക് 4 കിലോമീറ്റർ പോയാൽ കിട്ടും. എങ്ങോട്ട് പോകണം? അങ്ങോട്ട്. നിങ്ങൾ അങ്ങോട്ടല്ലേ പോണേ? ഞാൻ കൂർഫുഖാനിലേക്ക്. അവിടെ 4 കിലോമീറ്റർ പോയാൽ ഷവർമ. ഇപ്പം അടുത്ത് എന്താ ഉള്ളത്? നമ്മുടെ അടുത്ത് ബർഗർ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, മത്താപ്പി ഉണ്ട്. ചായ ഉണ്ടോ? ചായ കഴിഞ്ഞു. ചായ ഇല്ലേ? രണ്ടില്ല. കിടക്കാൻ വേണ്ടേ? കിടക്കാനും. അടിപൊളി ഏരിയ ഗൈസ്. എന്തായാലും വന്ന് എനിക്കിഷ്ടായി. ഫുള്ള് ഹാർലി ഡേവിഡ്സൺ ഉണ്ട്, അതേമാതിരി തന്നെ ഗോൾഡ് വിങ് ഉണ്ട്, ഹോണ്ടന്റെ. ഫുള്ള് യാത്രക്കാരാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിരിക്കുന്നോ? ബൈക്കും അല്ല, ഓട്ടോ അല്ല, അത് 3 വീലർ ആട്ടോ. അടിപൊളി സാധനം. നമ്മൾ കൂർഫുഖാൻ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോട്ടോ. എനിക്ക് എന്തായാലും ഈ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല വൈബിൾ ഒരു ഏരിയ. ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷവർമ കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പോയി നോക്കാം. വീണ്ടും നമ്മളെ പഴയ തരത്തിലുള്ള മലകളും ചെരുവുകളും ഗർത്തങ്ങളൊക്കെ ഉള്ള റോഡ് വീണ്ടും വന്നെത്തി ഗൈസ്. ഫുള്ള് ട്രക്കുകളൊക്കെയാണ് കൂടുതൽ ഈ റൂട്ടിൽ കൂടി ഉള്ളതെങ്കിലും വളരെ ഡേഞ്ചർ റോഡ് കൂടിയാണ് കേട്ടോ. എന്തായാലും നോക്കാം. ഏതായാലും നമ്മൾ ചായ വാങ്ങിക്കുന്നു. ചായ കണ്ട് നോക്കട്ടെ. ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്ക് ചായ കേട്ടോ. സാധാരണ എനിക്ക് കടക്ക് ചായ ഇഷ്ടല്ല, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ. ഈ അറബികൾക്ക് ഈ കടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ചായ കണ്ട് ഈ കടക്ക് ചായ എന്ന് പറയുന്നത്. എനിക്ക് സാധാരണ നമ്മുടെ നാട്ടിലത്തെ ഈ ഫ്രഷ് മിൽക്ക് ചായ ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫ്രഷ് മിൽക്ക് ചായ, അതേമാതിരി സുലൈമാനി കോഫി. ഈ
ഏരിയ ഒക്കെ ആണ് കേട്ടോ ഗൈസ്. നാച്ചുറൽ ആയിട്ടുള്ള UAE-ന്റെ ഏരിയകള്. ബാക്കിയുള്ളതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ആണ് സാധാരണ നാച്ചുറായിട്ട് എന്താണോ ഇതുള്ളത് ഉള്ള മലകളും കുന്നുകളും അതേമാതിരി തന്നെ താഴ്വാരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഏരിയ ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ എവിടെന്നെങ്കിലും ഷവർമ കിട്ടുമോ നോക്കാൻ വിശക്കുന്നുണ്ട് ഗൈസ്. ബാസ്കിൻ റോബിൻസ്, ഇവിടെ ബാസ്കിൻ റോബിൻസ് കാണാം. ഇത് ചെറിയൊരു ഒരു ടൗൺ ആണ്. ഇതാണ് അപ്പം മസാഫി അല്ലേ? ഇതാണ് മസാഫി കേട്ടോ ഗൈസ്. മസാഫി ഹോസ്പിറ്റലാണ് റൈറ്റ് സൈഡിലുള്ളത്. ഇതിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ പേരിലാണ് നമുക്ക് മസാഫിന്റെ വെള്ളം. നമുക്ക് ദുബായിലും UAE-ലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മസാഫി വാട്ടർ ഒക്കെ ദുബായിലുള്ളവർക്ക് അറിയാട്ടോ. ഗുലൈദ 10 കിലോമീറ്റർ. ഈ വെളിച്ചത്തിൽ എന്തെങ്കിലും രണ്ട് സൈഡ് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. മലകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ കുറെ നേരത്തോളായിട്ട് ഇങ്ങനെയുള്ള റോഡാണ്. ഈ മലകള് തുറന്നിട്ടുണ്ടാക്കിയിട്ടുള്ള റോഡുകളാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ഇറക്കാണ് കേട്ടോ.